നിന്നെയാന്ന് ഞാൻ കൊല്ലാൻ പോകുന്നത്. നീയാണ് ഏറ്റവും കൂടുതൽ ഈ പരിപാടി ചെയ്യുന്നത്. ഗൈസ് എന്റെ ഇവിടെ ഒരു സ്കൂട്ടർ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു സ്കൂട്ടർ ഉണ്ട്. ഇവിടെ ചായ പിടിക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഓടാൻ വേണ്ടി ഈ സ്കൂട്ടറാന്ന് എടുക്കല്. ഇതില് നമ്മളെ ഈ വീട്ടിലുള്ള സ്കൂട്ടറിന് വന്ന ഫൈനാണ് ഞാൻ ഇപ്പൊ അടക്കാനുള്ള ഫൈനാണ് 54,000 രൂപ. 54,000 രൂപ ഒരു സ്കൂട്ടർ, ഒരു തുക്കട സ്കൂട്ടറിന്റെ ഫൈനാണ് 54,000 രൂപ. എന്തിനാ ഇവന്മാരെ ഹെൽമെറ്റ് ഇടാണ്ടും ത്രിബിൾസും അടിച്ചിട്ട് എല്ലാ ദിവസവും പോകും. നിനക്ക് ഞാൻ ഇത് കാണിച്ചത് സൈറ്റ് എടുത്ത എല്ലാരും ലിസ്റ്റ് ചെയ്ത് ഇത് ലിസ്റ്റ് ചെയ്ത് കാണിക്കൂലേ മറ്റേ ഇത് ചെല്ലാനില് ഞാൻ ഹെൽമെറ്റ് ഇടലുണ്ട്. 54,000 രൂപ ഞാൻ കാണിച്ചു തരാം. ഞാൻ സൈറ്റിൽ കാണിച്ചു തരാം. ഞാൻ കുത്തുന്നു ഈ കാരണം ഇത് മൊത്തം സംഭവിച്ചത് ഞാൻ പറയാം. ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നത് ഏറ്റവും കൂടുതൽ ഹെൽമെറ്റ് ഇടാണ്ട് ത്രിബിൾസ് അടിച്ചു പോകുന്നത് നീയും മമ്മുവും പിന്നെ ഞാനും ഇല്ല. എന്റെ കുറവായിരിക്കും ഇത്. ഞാൻ പറഞ്ഞ 34,000 രൂപ ഫൈന്. അത് അടക്കാത്തതിന്റെ ഇത്രയും മാസം അത് അടക്കാത്തതിന്റെ മറ്റേ സാധനമില്ലേ എന്താ പറയാ, അടക്കാതെ നിൽക്കുമ്പോ കൂടൂലേ ഓവർ ഫൈന് 34,000 കൂടി 54,000 ആയിട്ടാണ് ഇപ്പൊ ഉള്ളത്. ഓക്കെ, നിക്ക സൈറ്റിൽ നിങ്ങൾക്ക് കാണും. നിക്ക ഇതല്ലേ ഫസ്റ്റ് ചെല്ലാൻ ഇതല്ലേ. ഓക്കെ ഗൈസ്, സംഭവം എന്ന് വെച്ചാൽ ഞാൻ 2 കൊല്ലം മുമ്പ് നമ്മളെ പഴയ ക്യാമറമാൻ ഉണ്ടല്ലോ തൻസി, പഴയ ലൈവ് കാണുന്നവർക്ക് അറിയാം. എൻ്റെ പഴയ ക്യാമറമാന് ഇവിടുന്ന് ജോലി കഴിഞ്ഞിട്ട് ഓന് നല്ല ജോലി ഇട്ട് ഓൻ പോകുമ്പോൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഓൻ്റെ വണ്ടി ഞാൻ വാങ്ങി. ഓക്കെ, ഓൻ്റെ വണ്ടി ഞാൻ വാങ്ങി. ഓനുമായിട്ട് ഞാൻ അത്രയും ഫ്രണ്ട്ഷിപ്പ് ആയിക്കൊണ്ട് ഞാൻ എൻ്റെ പേരിലേക്കൊന്നും മാറ്റിയില്ല. ഓൻ്റെ പേരിൽ തന്നെ വണ്ടി. എന്നിട്ട് ആ വണ്ടി ഞാൻ എൻ്റെ പേഴ്സണൽ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചായ കുടിക്കാനും ഇതിനും വേണ്ടിട്ട് ഇവിടെ വെച്ച വണ്ടിയാണ്. ഈ ലൊട്ടകള് ഡെയിലി ഇതെടുത്തിട്ട് ചായ കുടിക്കാന് അതിന് ഇതിന് എന്ത് തീട്ട കേസ് ഉണ്ടെങ്കിലും ഇവർ ഈ വണ്ടി എടുത്തിട്ട് പോകും. ത്രിബിൾസും ഹെൽമെറ്റ് ഇടാണ്ടും. ഒന്ന് ഇതടിച്ച യൂസർ നെയിം പാസ്വേഡ് അടിക്കാൻ പറയുന്നത് ഇതോ? നമ്പർ പറ. ക്യാപ്പിച്ചിനോ അല്ല ഇത് എന്താ പറയാ? ക്യാപ്പിച്ചിനോ QJ ക്യാപിറ്റലാ. അല്ല അറിയാലോ, ഫൈൻ ഉണ്ടാക്കുമ്പോ ഇതൊന്നും ചിന്തിച്ചില്ലടാ നീ. ഏത് എന്റെ ഉണ്ടാവില്ല മോനെ, കാണിച്ചാ ഒരു മിനിറ്റ്. ഇതാ നമ്മളെ ഒറ്റ വണ്ടീന്റെ ഫൈനുകളാണെന്നല്ലോ. എന്താ വിളിച്ചേ? ആരാ വിളിച്ചേ? നോട്ട് ചെയ്ത് നോക്കി. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പിൻ ചെയ്യിപ്പിക്കും. വിളിച്ചതെന്താ? ഞാൻ വിളിച്ചില്ലടാ, എനിക്കറിയില്ല. പിന്നെ നീ അവിടെ വെറുതെ ഇരിക്കുമ്പോ ഇവർക്ക് ഇതാണ് എന്നെ കൊണ്ട് ഇറങ്ങിപ്പിക്കുക, എന്നിട്ട് എന്തൊക്കെ ചെയ്യുക, എന്നിട്ട് എന്റെ കുണ്ടിയിൽ മുളകാവുക, എന്നിട്ട് ഞാൻ ഓടുക, ഇതെല്ലാം കാണണം. മമ്മ വിളിച്ചിട്ടൊന്നുമില്ല, ഷമീർ എന്തോ വിളിച്ചു. കാരണം എല്ലാരും ഷമീർ തെറിയെന്ന് പറയുന്ന അത് വാഹനം. ഞാൻ ഇത് വായിച്ചതാ. പ്രോപ്പർ തെറി വിളിക്കണം, മനസ്സിലായി? അല്ലെങ്കിൽ താവട് പൂവാട് അല്ലെങ്കിൽ അങ്ങോട്ട് വിളിക്കണം. എന്താണ് അങ്ങനെ വിളിക്കണം, അതാണ് തെറി. അതില്ല എപ്പോഴും സ്പിൻ ചെയ്ത സ്പിന്നിന്റെ ഇത് പോവുക, സ്പിന്നിന്റെ വില പോവുക. ഞാൻ കാര്യം പറയാം ഗൈസ്, അങ്ങനെ എപ്പോഴും സ്പിൻ ചെയ്യാൻ പറ്റില്ല. പ്രോപ്പർ തെറ്റ് ചെയ്യുമ്പോൾ മാത്രം സ്പിൻ ചെയ്യിപ്പിക്കണം, മനസ്സിലാവും? പറയുന്ന പറഞ്ഞാൽ പറിക്കുന്നതെല്ലാം പറയാം. അതോട് ഇത് കാണും. ഇതിന്റെ ഫോട്ടോസ് എങ്ങനെ കാണാൻ പറ്റും? ഇതിൽ ഓരോ ഫൈനിന്റെ ഫോട്ടോ, ഇതൊക്കെ ഓരോ ഫൈനും എത്രയാ നോക്കുക. 1000 1000 2000 1000 2000 2000 2000 1000 500 1000 ഇങ്ങനെ ഇത് 34,000 രൂപ ഫൈനും അതിന്റെ അടക്കാത്തതിന്റെ ഓവർ ഫൈൻ ആയിട്ട്. ഇതിപ്പോ തൻസി എന്നോട് വിളിച്ച് പറഞ്ഞിട്ടില്ല ഇതിന്റെ ഫൈനിന്റെ കാര്യം. ഞാൻ ഇത് ഇന്നാ അറിയുന്നത്. ഇത്രയും ഇത് ഇങ്ങനെ ഓവർ ഫൈൻ ആയിട്ട് ഇത്രയും പൈസ ആയിരുന്നു. ഞാൻ എന്താ ഇവിടെ നടത്തുന്നത്?
ഞാൻ ദിവന്മാർ ഇങ്ങനെ ഹെൽമെറ്റ് ഇതോടാണ്ട് പോയിട്ട് ഞാൻ ഇതിന്റെ ഫൈൻ അടക്കാം. എനിക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഇതെങ്ങനെയാ ഇതിന്റെ ഏതാ ഇതോ ഫോട്ടോ കാണും ഇതോ? ആ ആദ്യത്തെ ഫൈന് ഇതെങ്ങനെ ഫൈന് സൂമാക്കല്?